ശ്വേത മേനോനെ ലക്ഷ്യം വയ്ക്കുന്നത് ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് ശ്രീലത നമ്പൂതിരി. പുതിയ കാലത്ത് മിക്കവരും സെക്സിയായാണ് അഭിനയിക്കുന്നത്. അതിൽ ശ്വേത മേനോനെ മാത്രം ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രം. ആരുടെയെല്ലാമോ കയ്യിൽ നിന്ന് പണം വാങ്ങിയാണ് പരാതി നൽകിയത്. ഞാൻ 45 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ വസ്ത്രം ധരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് വച്ച് ഇപ്പോൾ പരാതി നൽകാൻ കഴിയുമോ? ഞാൻ ഇലക്ഷന് നിന്നിരുന്നെങ്കിൽ എന്റെ ക്ലിപ്പിംഗ് കൊണ്ടുവന്നേനെ. ശ്വേത മേനോൻ അഭിനയിച്ച സിനിമകൾ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവയാണ്. ഒരു സ്ത്രീ തലപ്പത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരുപാട് അനുഭവിച്ചു. അതുല്യയുടെ മരണം കൊലപാതകമെന്നതിന് തെളിവില്ല. അതുല്യയുടെ മരണം കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ലെന്ന് ജാമ്യ ഉത്തരവിൽ പറയുന്നു. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിൽ ദുബായ് പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അക്കാര്യം കോടതിക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതുല്യയുടേത് തൂങ്ങിമരണമാണെന്നാണ് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫോട്ടോയും വീഡിയോയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുവരെ ഇടക്കാല ജാമ്യം തുടരുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ കാണാനില്ല. തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി KASU നേതാവ്. സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി KASU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂര് പോലീസിൽ പരാതി നൽകി. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം. കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെപ്പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായി. CPI ഭരിക്കുന്ന 4 വകുപ്പുകളും പരാജയം. വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായെന്നും കുറ്റപ്പെടുത്തലുണ്ട്. ഓൺലൈൻ മദ്യവിൽപ്പന പരിഗണനയിലില്ലെന്ന് മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പന പരിഗണനയിലില്ലെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി അനുമതി തേടിക്കൊണ്ട് ബെവെക്കോ MD നൽകിയ ശുപാർശയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണം. തിരഞ്ഞെടുപ്പില് തൃശൂര് ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പരാതി ഗൗരവതരമാണെന്നും സമഗ്രാന്വേഷണം നടത്തണമെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പു തന്നെ സുതാര്യവും സത്യസന്ധവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പാണ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ പരിശോധനയിൽ ഗൂഗിൾ പേ കൈക്കൂലി വ്യാപകമെന്ന് വിജിലൻസ്. മിന്നൽ പരിശോധനയിലാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത്. ആധാരം രജിസ്റ്റർ ചെയ്യാനും മറ്റ് സേവനങ്ങൾക്കും ആധാരമെഴുത്തുകാർ മുഖേനയും ഉദ്യോഗസ്ഥർ നേരിട്ടും കൈക്കൂലി വാങ്ങുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. വിവിധ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ 19 ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈപ്പറ്റിയതായി പരിശോധനയിൽ കണ്ടെത്തി. ഓണത്തിന് ചിരിപ്പിക്കാന് ഫഹദ്, കല്യാണി. ഫഹദ് ഫാസില്, കല്യാണി പ്രിയദർശന് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അൽത്താഫ് സലിം സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തി. ഓണം റിലീസായി എത്തുന്ന ചിത്രം റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ്. ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.